അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഒരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണ്, യേശു ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവരും യേശുവിനെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കാണും അല്ലേ. അപ്പം എല്ലാവർക്കും ആ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ള കാര്യം, അതിന് വേറെ ഒരു ആവശ്യവും ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ജീസസിനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ ബുദ്ധനെയോ മുൻപ് ജീവിച്ചിരുന്നവരെയോ അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അസുഖം വരുന്ന, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അത് ഏറ്റവും ഒരു മണ്ടത്തരമുള്ളൊരു ചോദ്യമാണ്. കാരണം ആ കുട്ടി ഇപ്പൊ തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പിന്നെ എപ്പോഴാ ജീസസിന്റെ ഈ ഒരു സിൽവർ കളറിലെ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് എനിക്ക് ഒരു പള്ളിയിൽ അച്ഛൻ തന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെങ്കിസ് ഖാനും നെപ്പോളിയനും അലക്സാണ്ടർ ദ ഗ്രേറ്റും ഒക്കെ ഒരേ ആൾക്കാർ തന്നെയാണ് വീണ്ടും വീണ്ടും വന്ന് പൊളിറ്റിക്കലായിട്ട് നമ്മുടെ ഈ ലോകത്തെ യുണൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പിന്നെ ആ സമയത്താണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ഒരു ട്രാൻസിലേക്ക് നമ്മൾ വഴുതി വീഴുക എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുക. ആ കാഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ കാണുന്നത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞ്, ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യേശുവിൻ്റെ ഒരു ബൈബിൾ വചനമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് മെക്സിക്കോയിലുള്ള കാർലോസ് ഗുസ്മാൻ. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഗുരുവിനെ കണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു സാഹചര്യം, ഞാൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം മെക്സിക്കോയിൽ ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ഇതുപോലത്തെ ഈ ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്ത ആളാണ്, ദർശനമുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടുത്തെ TV അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ യേശുവിനെ കാണാൻ കഴിയുമായിരുന്നു, യേശുവിനോട് സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഈ ആസ്ട്രൽ ബോഡി, ആ യേശുവിൻ്റെ ആ ഒരു ആസ്ട്രൽ ബോഡിയോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റുന്ന ഒരാളാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയും, ഏതൊരു സന്യാസിയെ കണ്ടാലും നമസ്കരിക്കും. പക്ഷെ കേരളത്തിലുള്ളവര് ഇതൊന്ന് വിശ്വസിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ലോജിക്കലായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയും സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ജീസസിനെ ക്രൂസിഫൈ ചെയ്യുമ്പോഴൊക്കെ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന് വിഷമിച്ചിരുന്ന ഒരാളായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ CBIയുടെ മുൻ ഡയറക്ടറായിരുന്നു ശ്രീ കാർത്തികേയൻ സാർ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നും അങ്ങനെ, അതായത് ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, ഇത് ഒരു കോൺവെൻറ്റിൽ എന്തോ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലത്തെ ദർശനാനുഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ കുട്ടി യേശുവിനെ കാണുന്നുണ്ട്. സദ്ഗുരേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കാണും അല്ലേ. അപ്പം എല്ലാവർക്കും ആ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്നുള്ള കാര്യം, അതിന് വേറെ ഒരു ആവശ്യവും ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി, അത് തന്നെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ട് നമ്മൾ ദർശനം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ജീസസിനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ ബുദ്ധനെയോ മുൻപ് ജീവിച്ചിരുന്നവരെയോ അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ദർശനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ഉറക്കത്തിൽ കാണും, ഉണരുമ്പോൾ നമ്മളതങ്ങ് മറന്നു പോകുന്നതാണ് അല്ലേ. പലപ്പോഴും നമ്മളൊന്നും ഓർക്കാറില്ല. എന്നാൽ ഈ ഒരു ഫാക്കൽറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉറങ്ങാതെ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. പിന്നെ അത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇവോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്കിനി എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കതെടുത്ത് കാണാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മളിങ്ങനെ ബ്രൗസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന അതേ ടെക്നോളജി തന്നെ. അപ്പം ഇതൊക്കെ ആക്ച്വലി നമ്മുടെ മനുഷ്യൻ്റെ ഈ ഒരു മേക്കിങ്ങിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്ത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന എല്ലാം നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള കഴിവുകൾ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി കാണുന്നതാണ്. അപ്പം മനുഷ്യരാണല്ലോ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ബ്രെയിനകത്ത് ഇതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് ഇതിനുള്ള അപാരമായ പവറുണ്ട്. ഇനി ഈ മനുഷ്യൻ്റെ മനസ്സിനെ കടന്നുപോയ പിന്നെ
ഭയങ്കരമായ കഴിവാണെന്ന് പറഞ്ഞു. ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെവൽ വരെ, അത് കഴിഞ്ഞ് പിന്നെ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അണ്ടകടാഹം മുഴുവനും നമുക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർ പറയും, ഓ ദർശനം, ഹാലൂസിനേഷൻ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്നൊക്കെ പറഞ്ഞ് ആരും വരണ്ട. കാരണം അവർ പറയുന്നത് കറക്റ്റാണ്. കാരണം വെച്ചാൽ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പം ഏത് കാര്യം അമിതായാൽ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ബാലൻസ് തെറ്റിയാൽ നമുക്ക് ഫോൾസ് ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ AI എടുക്കുന്നു, എന്തെല്ലാമാണ് AI കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, അയ്യോ ഇത് AI ആണ്, AI ഇങ്ങനെ ഉപയോഗിക്കുന്നത് തടയണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇതൊരുമാതിരി മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്ന ഒരു ഫാക്കൾട്ടി ഉണ്ട്. അതിങ്ങനെ പോയി പോയി പലതും ഇമാജിൻ ചെയ്ത് കാണാനും ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് കാണാനും ഒക്കെ ഇത് എറർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറേ പേർക്ക് അങ്ങനെയൊക്കെ കണ്ടു വട്ടായിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ ഭ്രാന്തായിട്ട് നടക്കുന്നതൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് വെച്ച് ഇതിനെ നല്ല പ്രോപ്പർ വേയിൽ നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തി ആ ഗുരുവിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കനുസരിച്ചൊക്കെ ജീവിച്ച് വേണം ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ എന്തിരൻ ഫിലിമിൽ നമ്മുടെ രജനീകാന്തിന് സംഭവിച്ച പോലെ, അതായത് ഈ കഴിവങ്ങ് പോയിട്ടത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലോകനാശമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദർശനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഫാക്കൽറ്റി നല്ല സ്വഭാവവും നല്ല വിനയവും എളിമയും ഭക്തിയും ഒക്കെ ഉള്ള നല്ല മനുഷ്യർക്ക് ഇത് ഉണ്ടാകാവുള്ളൂ. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇത് ദുരുപയോഗം ചെയ്ത് ലോകത്തിന് തന്നെ നാശമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു ഗുരുവിൻ്റെ സാമീപ്യത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ ഒരു ഫാക്കൽറ്റി ഒക്കെ വരേണ്ടത്. ഓക്കെ, ഇനി മനുഷ്യൻ്റെയൊക്കെ ജീവിതത്തിൽ ഈ ദർശനത്തിന് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു, നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് നമുക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി, ഇൻ്റലിജൻസ് അതിനുള്ളതാണ്, പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊക്കെ ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിച്ചു പോവുക. അതായത് ഇപ്പോൾ തൽക്കാലമുള്ള ഒരു ബർത്ത് ടു ഡെത്ത് വരെ. പിന്നെ നമുക്കുള്ളത് നമ്മുടെ മൈൻഡാണ്. മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് മൈൻഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറില്ല, ഇത് എന്തൊക്കെ ചെയ്തിട്ടും പല പല പ്രശ്നങ്ങൾ, പല പല ദുഃഖങ്ങൾ, പൈസ കൊണ്ട് ഒന്നും തീരാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് അന്വേഷിക്കും, എന്താ കുഴപ്പം, നമ്മൾ ചെയ്താൽ ഒന്നും കറക്റ്റ് ആവാതെ വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ചിറങ്ങും എന്താന്ന്. അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതെന്തൊക്കെയോ നമ്മുടെ ഉള്ളിലെ പ്രോഗ്രാമാണ്, ജീവന്റെ കുറച്ച് കുറവുകളാണ്, പോരായ്മകളാണ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് നമ്മളൊരു അന്വേഷണം തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജീവന്റെ ഒരു എവല്യൂഷൻ നമ്മൾ തിരിച്ചറിയുന്നത്, മാനസികമായിട്ടും ആത്മീയമായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ജീവന്റെ രഹസ്യങ്ങളും നമ്മുടെ പാസ്റ്റ് ബർത്തുകളും നമ്മൾ മുജ്ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു എന്നും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാളത്തെ ലൈഫിനെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. അതുകൊണ്ടാണ് എല്ലാ അറിവുള്ളവരും പറയുന്നത്, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ നിങ്ങളുടെ ഭാവി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ മേക്കിംഗ് യുവർ ഓൺ ഡെസ്റ്റിനി. അതുകൊണ്ടാണ് പറയുന്നത് ജാതകം എന്ന് പറയുന്നത് നമ്മൾ തന്നെ എഴുതുന്നത്. അതായത് നമ്മുടെ പ്രസന്റ് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ നാളത്തെ റിസൾട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. നമ്മൾ എന്ത് സീഡാണോ നമ്മൾ ഇവിടെ വിതയ്ക്കുന്നത് അതായിരിക്കുമല്ലോ നമ്മൾ കൊയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ പണ്ട് ചെയ്ത കുഴപ്പങ്ങളാണ് ഇപ്പം അനുഭവിക്കുന്നത്. അപ്പം ഇപ്പം ഇത്രയും നല്ല പ്രവൃത്തി ചെയ്തിട്ട് ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണ്ട് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടായിട്ട് നമുക്ക് കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടുതൽ കുഴപ്പങ്ങൾ ചെയ്യും, കൂടുതൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കാതെ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് പോവല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയുള്ളത് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ജാതകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് രചിക്കുന്നത് എന്നുള്ള ആ ഒരു സീക്രട്ടാണ് ഈ ഒരു ലോ ഓഫ് കർമ്മയിൽ പറയുന്നത്. അത് മനസ്സിലാക്കാതെ എല്ലാവരും പറയും, ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അസുഖം വരുന്ന ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. അത് ഏറ്റവും ഒരു മണ്ടത്തരമുള്ളൊരു ചോദ്യമാണ്. കാരണം ആ കുട്ടി ഇപ്പം തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം പിന്നെ എപ്പോഴാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പാസ്റ്റ് ലൈഫ്. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നല്ലത് ചെയ്താൽ നമുക്ക് നാളെ നല്ലത് വരുമെന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? അപ്പൊ തെറ്റ് ചെയ്യാതെ നല്ലതുമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടൂലേ? അപ്പൊ എങ്ങനെ പോയാലും ഇത് നല്ലൊരു കാര്യമാണ് അല്ലേ? അപ്പം അതാണ് എനിക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്.
അപ്പോൾ ദർശനം എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഒരു അനുഭവമായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഒരു ചെറിയൊരു അനുഭവമാണ്. ഇതിൻ്റെ വലിയ വലിയ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ബൈബിൾ, ഖുറാൻ എല്ലായിടത്തും ഇത് പറയുന്നുണ്ടല്ലോ. ദർശനം, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ദർശനം, ഇനി ബൈബിൾ എടുത്ത എല്ലായിടത്തും ഈ അനുഭവങ്ങളല്ലേ. എത്രയോ ഗുരുക്കന്മാരിപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ എത്രയോ പേര് എക്സ്പീരിയൻസ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അറിയുമ്പോഴും നമ്മളിപ്പോൾ ഒരാൾ നേരിട്ട് പറയുമ്പോൾ അത് നമുക്കൊരു ചിരിയോ അല്ലെങ്കിൽ ഒരു തമാശ പോലെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊരു കഥ പോലെ കേട്ടാൽ മതി. ജസ്റ്റ് അത് ലിസൺ ചെയ്യൂ. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമെങ്കിൽ ആസ്വദിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. ഇത് കണ്ടോ, ജീസസിന്റെ ഈ ഒരു സിൽവർ കളറിലെ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് എനിക്ക് ഒരു പള്ളിയിൽ അച്ഛൻ തന്നതാണ്. അത് എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് വേൾഡ് റിലീജിയൻസ് കോൺഫറൻസ് നടന്നു. അപ്പോൾ അവിടെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ ഡെലിഗേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം 4ാം ക്ലാസ്സിൽ, ഇപ്പം ക്ലാസ് വിട്ട് കഴിയുമ്പോൾ സെയിൻറ്റ് റിസാസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു കോൺഫറൻസിൽ ഞാനും ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എനിക്ക് തന്നതാണ് ജീസസിൻ്റെ ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ജീസസിനെ വലിയ ഇഷ്ടമാണ്. കാരണം സെയിൻറ്റ് റിസാസിൽ പഠിച്ചതുകൊണ്ട് ക്രിസ്മസ് ഒക്കെ അവിടെ ആഘോഷിക്കുമല്ലോ. അതുമാത്രമല്ല അവിടുത്തെ ചാപ്പലിൽ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ജീസസിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എനിക്ക് എന്തായിരിക്കും ജീസസിനോട് ഇത്രയും ഇഷ്ടമെന്ന്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഈ ഇടയ്ക്ക് ഞാനൊരു ബുക്ക് വായിച്ചത്, സ്വാമി വിവേകാനന്ദൻ്റെ. അപ്പം അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കാശ്മീരിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ ജസ്റ്റ് ഒറ്റയ്ക്ക് നടക്കാൻ പോയി. പെട്ടെന്ന് കൂടെ നടന്നവരോടൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ഒറ്റയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് കുറച്ച് ദർശനാനുഭവങ്ങളുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, ഇപ്പോൾ ചെങ്കിസ് ഖാനും നെപ്പോളിയനും അലക്സാണ്ടർ ദ ഗ്രേറ്റും ഒക്കെ ഒരേ ആൾക്കാർ തന്നെയാണ്. വീണ്ടും വീണ്ടും വന്ന് പൊളിറ്റിക്കലായിട്ട് നമ്മുടെ ഈ ലോകത്തെ യുണൈറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ചെങ്കിസ് ഖാനൊക്കെ അത്രയും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ക്രൂവലായിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതായത് ഒരേ സോൾ തന്നെയാണ് ജീസസ് ആയിട്ടും ശ്രീബുദ്ധനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും വന്നിരിക്കുന്നത്, ഒരേ ജീവൻ തന്നെ ആകാം എന്നാണ് അദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടായ അനുഭവം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്നറിയോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ജീസസിനെ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ഗുരുവിൽ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന് വേണ്ടി കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ടാണ്, അപ്പോൾ ശരിക്കും പ്ലാൻ ചെയ്തല്ല, അവിടെ മയിൽപ്പീലിയും തൊട്ട് താഴെ ക്രിസ്മസ് ട്രീയും പിന്നെ ജീസസിൻ്റെ ഈ ഒരു രൂപവും ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യുവും പിന്നെ നമ്മുടെ ഗുരുവിൻ്റെ പർണശാലയും, അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ആ ഒരു കോർണറിൽ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഞാൻ ആ ഷോർട്സ് ഇട്ടതും പിന്നെ ഈ ഒരു വീഡിയോ എന്തായാലും എടുക്കാൻ സമയമായി എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നതും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പറയേണ്ട ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദൻ്റെ ദർശനമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷനും അതിൽ തരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലും നമുക്കറിയില്ല. അത് നമ്മൾ ഇപ്പോൾ ഗുരുവിനോട് തന്നെ ചോദിക്കണം എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. പക്ഷെ ഇത് സത്യമാണെന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ നമ്മൾ മനുഷ്യരൊക്കെ തമ്മിൽ എന്തിനായിരുന്നു ഇത്രയും വഴക്ക് കൂടുന്നത്, അല്ലേ? എന്തൊരു മണ്ടത്തരാണ്. അപ്പോൾ എവിടെയോ നമ്മളുടെ ഒരു സെൽഫിഷ്നെസ് കൊണ്ടാണ് നമ്മളിങ്ങനെ പല പല ജാതി മതങ്ങളൊക്കെ ആയിട്ടിരുന്ന് വഴക്കൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും അത് കറക്റ്റ് ചെയ്ത് തന്നാൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊക്കെ ദൈവത്തിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിവേസ് എന്തായാലും ഞാൻ എൻ്റെ എളിയ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിഷമഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ ഒരു കാലഘട്ടം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ പല പ്രാവശ്യം പല വീഡിയോസിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി ലൈഫിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. പുള്ളി 2-3 പ്രാവശ്യം നാട് വിട്ടു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ എൻ്റെ ആ വീഡിയോ കാണാൻ സമയമുണ്ടെങ്കിൽ എടുത്തൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള എക്സ്ട്രാ ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വീട്ടിലൊക്കെ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം പുള്ളിയെ കാണാനില്ലാതെ, അങ്ങനെ പുള്ളി ഒരു 2-3 മാസത്തേക്ക് എവിടാണെന്ന് പോലും അറിയാതെ പോയി.
പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് ആശ്രമത്തിൽ. വെച്ചാൽ ഒരു അഡ്രസ്സ് ഇല്ല, ഒരു ഫോൺ നമ്പറില്ല, ഒന്നുമില്ല, ഒരാളെ കാണാനില്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര, അപ്പം ഞാൻ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ച ആശ്രമത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ നടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പിന്നെ ആ സമയത്താണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ ഒരു ട്രാൻസിലേക്ക് നമ്മൾ വഴുതി വീഴുക എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുക. ആ കാഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കാണുന്നത് നമ്മുടെ സഹകരണ മന്ദിരത്തിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സഹകരണ മന്ദിരത്തിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗുരുസ്ഥാനീയ നമ്മുടെ സദ്ഗുരു അഭിവന്ദ്യ ശിഷ്യപൂജിത ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ശിഷ്യപൂജിത ഇങ്ങനെ നടന്നു വരുന്നു. അത് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ജെന്നി ഇങ്ങനെ നടന്ന് സഹകരണ മന്ദിരത്തിൻ്റെ ബാക്കിൽ കൂടെ പുറത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഗുരു ഇങ്ങനെ നടന്ന് അതിലേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും ഈ വന്ന സ്ഥലത്തേക്ക് നടന്നു വരുമ്പോൾ ഞാൻ കാണുന്നത് ശിഷ്യപൂജിതയല്ല, ഗുരുവാണ് ശിഷ്യപൂജിതയ്ക്ക് പകരം അവിടെ നടന്നു വരുന്നത്. അപ്പോൾ സെയിം രൂപമാണ്, പക്ഷെ മുഖം ഗുരുവിൻ്റെയാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, അയ്യോ ഇത് അപ്പ അല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കും. ഞാൻ അപ്പ എന്നാണ് ഗുരുവിനെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് അപ്പ അല്ലേ, ജനനി അല്ലെങ്കിൽ ഇത് അപ്പ ആണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇത് ശിഷ്യന് ഗുരുവിൽ വരും പരം ഐക്യം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ശിഷ്യപൂജിത ഗുരുവിൽ ലയിച്ചു നിൽക്കുന്നു എന്ന് എനിക്ക് സത്യത്തിൽ ആദ്യമായിട്ടൊരു അനുഭവം ഉണ്ടായതാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ ഗുരുവിനെ ഇങ്ങനെ കണ്ടത്, ഞാൻ അപ്പാന്ന് പറഞ്ഞ് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഗുരുവിനെ വിളിക്കുന്ന പോലെ വിളിച്ച് ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഗുരു എൻ്റെ അടുത്ത് വന്നിട്ട്, കൊച്ചു പിള്ളേരെ പണ്ട് ഗുരു കളിപ്പിക്കുന്ന അങ്ങനെയാണ്, ഇങ്ങനെ ആഹാ എന്നൊക്കെ പറഞ്ഞ് ഗുരു ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചാടിക്കുന്ന ഒരു അങ്ങനെ ഗുരു ഇങ്ങനെ കളിപ്പിക്കും. അതുപോലെ എൻ്റെ അടുത്ത് ആസ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. അപ്പം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് ഗുരു ഇങ്ങനെ ചിരിച്ച് നടന്നങ്ങ് പോയി. അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഒരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണ്, യേശു ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവരും യേശുവിനെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ യേശു ഇങ്ങനെ നടന്നു വരുമ്പോൾ യേശുവിൻ്റെ ഡ്രസ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു വൈറ്റും റെഡും അല്ല എന്ന് മാത്രം, സാൻഡൽ കളറിലെ ഡ്രസ്സും കോഫി ബ്രൗണിലെ ഷോളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഹൈറ്റും അങ്ങനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. നല്ല മെലിഞ്ഞ് ഹൈറ്റുള്ള നല്ലൊരു രൂപം ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് കണ്ണുകളെന്നൊക്കെ പറഞ്ഞാൽ അതാണ്, കണ്ണുകളാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട്. നല്ല ഇങ്ങനെ തിളങ്ങുന്ന കണ്ണുകൾ, ഒരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളറിലെ ഒരു ഗ്ലോ ആ കണ്ണിലുണ്ട്. ഇങ്ങനെ തിളങ്ങുന്നു, മുടി താടി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ യേശുവിൻ്റെ ചേർന്ന് നിന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോകും. അപ്പം ഈ ഒരു കാഴ്ച ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണർന്നപ്പോൾ അയ്യോ ഒരു സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് റിയൽ അല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അത്ഭുതപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗുരുവിനോട് പറയും. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ തോന്നലായിരിക്കും, ഇമാജിനേഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് സത്യമായിരിക്കും. അപ്പം നമുക്ക് ദർശനം എന്ന് പറയുമ്പോൾ സത്യമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വെറുതെ മനസ്സിൻ്റെ ഒരു പ്രൊജക്ഷനും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ ടി വിയിൽ ഒരു പരസ്യം കാണുന്നു, കൊച്ചുകുട്ടികൾ കാണുമ്പോൾ അവരിത് റിയൽ ആയിട്ട് വിചാരിക്കും. പക്ഷെ നമുക്ക് വലിയവർക്ക് അറിയാം അത് പരസ്യമാണെന്ന് അല്ലേ. അതേപോലത്തെ ഡിഫറൻസ് ഇതിലുണ്ട്. അത് നമ്മൾ അറിവുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും ഇത് റിയൽ ആണോ അല്ലയോ. അപ്പോൾ നമ്മൾ ഈ കണ്ടതനുസരിച്ച് എല്ലാം പ്രവർത്തിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ഈ വട്ടുപിടിക്കുന്നതും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് ഗുരുവിനോട് പറഞ്ഞിട്ടേ നിങ്ങൾ എന്ത് കാര്യവും തീരുമാനിക്കാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും വലിയ ത്യാഗിയാണ് അല്ലേ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ത്യാഗമാണ്. അദ്ദേഹത്തിനെ പോലെ ത്യാഗം ചെയ്ത ഒരാൾ ലോകത്തില്ല. അത്രയും ത്യാഗിയാണ്. അത്രയും ത്യാഗിയായ മഹാത്മാവാണ് വന്ന് മോനെ ആശ്വസിപ്പിച്ചത്. അപ്പോൾ ജെന്നി പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയോ, അത്രയും ഇനി നീ ഒരുപാട് ദുഃഖിക്കും, ആ ദുഃഖിക്കാൻ പോവുകയാണ്, അത് അത്രയും ദുഃഖം നീ അനുഭവിക്കാൻ പോകുമ്പോൾ അതിനു മുൻപാണ് യേശു വന്ന് ആശ്വസിപ്പിച്ചത്. അപ്പോൾ യേശു ആശ്വസിപ്പിക്കണമെങ്കിൽ അത്രയും ദുഃഖത്തിലൂടെ നമ്മൾ കടന്നു പോകുമെന്ന് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചു. എന്നാൽ ധൈര്യമായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളെ ആശ്വസിപ്പിച്ചു. അതാണ് ചെയ്തത്. കൊണ്ട് മോൻ ധൈര്യമായിട്ടിരിക്കുക,
വിഷമിക്കേണ്ട. അപ്പോൾ യേശു ഇത്രയും വലിയ ത്യാഗിയായി യേശു വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചത് നമ്മൾ അതിൻ്റേതായ ഒരു മനസ്സിലാക്കി പ്രാർത്ഥിച്ചെടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു, ദൈവമേ ഇനി ഞാൻ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു പോയി. പിന്നെ ജെന്നി ഒരു കാര്യം കൂടെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ നാട് വിട്ട് പോയിരിക്കുകയാണല്ലോ, പക്ഷെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഫോൺ വിളിക്കും. ആ സമയത്ത് നമുക്ക് എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്ത് കളയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജെന്നി പറഞ്ഞു ഇനി അവൻ വിളിക്കുമ്പോൾ മോള് ഈ കണ്ട കാര്യം അവനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ മാത്രമേ ജെന്നി പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ശരി അത് ഓർത്ത് വെച്ചിരുന്നു. പിന്നീട് എത്ര നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തു, ജെന്നി പറയാൻ പറഞ്ഞ കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ യേശുവിനെ കണ്ടു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ ഉടനെ പെട്ടെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ പോയതുകൊണ്ട് പുള്ളി തിരിച്ചു വരാത്തതുകൊണ്ട് ഭയങ്കര വിഷമവും ഇതാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തിരിച്ചു വരണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഉടനെ പുള്ളി തിരിച്ചു വരാമെന്ന് പറയുകയും പിന്നെ പുള്ളി വരികയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും അവിടെ അവസാനിച്ചില്ല. ഇനി ഒരുപാട് ദുഃഖിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ വീണ്ടും പുള്ളി നടുവിട്ടു. വീണ്ടും വലിയ ഇഷ്യൂസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഡിവോഴ്സ് എത്തി. ഇനി ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡിവോഴ്സിന് പോയി നടന്ന് മതിയാവുമല്ലോ നമുക്ക് ഇങ്ങനെ കോടതി കയറി. അപ്പം ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ വിചാരിക്കും ദൈവം എൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടിയിട്ട് ഞാൻ നടക്കുന്ന പോലെ, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ, ഇങ്ങനെ ഒരു പൂട്ടിയിട്ട പോലെയാണ്. എനിക്ക് ഇതങ്ങ് തീർന്ന് എനിക്കൊന്ന് വെറുതെ വീട്ടിലിരുന്നാൽ മതി. ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പം നമ്മളെ ഇങ്ങനെ നടത്തിപ്പിക്കുക, മനസ്സിലായി? അങ്ങനെ നടത്തിപ്പിച്ച് പോയി വിഷമിച്ച്. അപ്പോൾ എപ്പോൾ ചെന്നാലും കേസ് ഇങ്ങനെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കേസ് ഉണ്ടാവില്ല. അങ്ങനെ ഇയാൾ ഗൾഫിൽ പോയിട്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഞാനിങ്ങനെ നടക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞാൻ ജീവിക്കുന്ന സമയത്ത് വീണ്ടും ഞാനിങ്ങനെ കോടതിയിൽ പോകണം ഒരു ദിവസം. അപ്പോൾ എനിക്ക് കോടതിയിൽ പോകാൻ താല്പര്യമില്ലാതായി. കാരണം എപ്പോൾ പോയാലും ഇത് മാറ്റി വയ്ക്കുകയല്ലേ. മറ്റേത് ഞാൻ ഉത്സാഹത്തോടെ പോകുമായിരുന്നു കേസൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി. പിന്നെ എനിക്കറിയാം ഇതങ്ങനെ. അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ മടിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ എന്നെ വക്കീൽ വിളിച്ചു പറഞ്ഞു, അല്ലല്ല ഇത് വന്നേ പറ്റൂ, ഇനി മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, ഇന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെയും പോയിട്ട് അവിടെ കേസ് അങ്ങനെ ഓരോ കേസ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് കോടതിയിൽ അങ്ങ് അറ്റത്ത് കണ്ട് കുറച്ച് കസേര കിടപ്പുണ്ട്, അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ദൂരെ പോയി ഇരുന്നു. കാരണം എനിക്കിപ്പോൾ ഇതിൽ താല്പര്യം ഒന്നും വിളിച്ചിട്ടൊരു കഥയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഞാൻ പോയിരിക്കുക. അങ്ങനെ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ട് എൻ്റെ മടിയിൽ ഒരു പാംഫ്ലെറ്റ് ഇട്ടിട്ട് അങ്ങ് പോയി. വേറെ ഒരാൾക്കും അയാളത് കൊടുത്തില്ല എന്നുള്ളതാണ്. എൻ്റെ മടി മാത്രം തന്നിട്ട് അയാളങ്ങ് പോയി. അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പം ഒരു യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പാംഫ്ലെറ്റാണ്. അപ്പം ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യേശുവിൻ്റെ ഒരു ബൈബിൾ വചനമാണ് അതിനകത്തുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ബാക്കിയൊന്നും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അത് വായിച്ചപ്പോൾ ഇന്ന് നിനക്ക് വിടുതൽ എന്നുള്ളൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും യേശുവിൻ്റെ ഒരു പാംഫ്ലെറ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ മടക്കി എൻ്റെ പേഴ്സിൽ വെച്ചു, അത് അവിടെ അടച്ചില്ല. ബാക്കിയൊന്നും വായിക്കാൻ പോയില്ല. പെട്ടെന്ന് എൻ്റെ അഡ്വക്കേറ്റ് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആശ വരൂ, കേസ് വിളിച്ചേക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആശ ഇപ്രാവശ്യം എന്തായാലും കേസ് തീരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഇനി മാറ്റി വെക്കേണ്ടി വരും, ജഡ്ജ് ലീവാണ് ഇനി 1 മാസത്തേക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഈ കേസ് എടുക്കുകയുള്ളൂ, അതുകൊണ്ട് എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ തദൈവ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ജഡ്ജ് എൻ്റെ അടുത്ത് എന്നെ നോക്കി, പുള്ളിയും വന്നിട്ടുണ്ട് എന്തായാലും ഗൾഫിൽ നിന്നൊക്കെ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് ഭയങ്കര നല്ല പ്ലീസിങ്, അതുവരെയൊക്കെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരുന്ന ജഡ്ജാണ് അദ്ദേഹം, ഒരു ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ പ്ലീസിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. എന്നെ നോക്കി ചെറുതായിട്ടൊന്ന് ചെറിയൊരു സോഫ്റ്റ്നെസ്സോടുകൂടി നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ വക്കീലിനോട് പറഞ്ഞു, എന്താ ഇവരുടെ കേസ് തീരാൻ ഇനി എന്താ വേണ്ടത്? അപ്പോൾ വക്കീൽ പറയാണ്, അത് സത്യവാങ്മൂലം എന്തൊക്കെയോ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ അടുത്ത സിറ്റിങ്ങിലല്ലേ പറ്റൂ എന്നൊക്കെ വക്കീൽ പറയണം. വക്കീൽ പറഞ്ഞ ഉടനെ ജഡ്ജ് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അതിങ്ങ് എടുക്കുക, ഇപ്പം തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അതിങ്ങ് എടുക്കുന്നു. അത് പറയും. ഇവർ പെട്ടെന്ന് അതെന്തൊക്കെയോ എഴുതി കൊടുത്തു, ജഡ്ജ് സൈൻ ചെയ്തു. എന്നിട്ട് ജഡ്ജ് അപ്പം തന്നെ ഡിവോഴ്സ് എഴുതി എന്നുള്ളതാണ് കേട്ടോ. സെറ്റിൽ ചെയ്ത് ഡിവോഴ്സ് തന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ പോലും ഇല്ല. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് പറയാണ്, ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. ഇതെന്തായാലും ഞാൻ വിചാരിച്ചത് ജഡ്ജ് ലീവിന് പോയി ഇനി വന്നിട്ട് വേറെ ജഡ്ജാണ് വരുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്തായാലും ആശയ്ക്ക് ഭയങ്കര ലക്കാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് നിനക്ക് വിടുതൽ എന്ന് പറഞ്ഞുള്ള യേശുവിൻ്റെ ആ വചനം എൻ്റെ മടി കൊണ്ടിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ദൈവമേ, അപ്പം
മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ, അപ്പം അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ യേശു ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്ങും തന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ആ കേസ് കോടതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഇതുപോലെയുള്ള സ്വപ്ന ദർശനങ്ങളും മറ്റ് അനുഭവങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ലോകമെമ്പാടുമുണ്ട്. എല്ലാ ജാതിയിലും മതത്തിലും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതൊന്നും ലോജിക്കലായിട്ടോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടോ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ല. ഇതെല്ലാം അവനവൻ്റെ അനുഭവമാണ്. ഇപ്പം ഞാൻ ഈ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല, ഇത് എൻ്റെ വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു കാര്യമാണ് അല്ലേ? ഇത് എനിക്ക് തന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ? അപ്പം ഞാനതെങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? അപ്പം ഞാൻ തന്നെ ഗുരുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചായിരുന്നു, അപ്പോൾ എങ്ങനെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും? അവരിപ്പോൾ ഇതൊന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ കാണാത്തത് എന്താണെന്ന് അവരല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് മോൻ കാണുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് എനിക്ക് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു ഇൻസ്റ്റൻസ് കൂടെ എനിക്കിപ്പോൾ ഓർമ്മ വന്ന് ഞാൻ പറയാം. ഫോറിനേഴ്സ് കുറച്ച് പേര് ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫോറിനേഴ്സ് വരുമ്പോൾ എന്നെ ആയിരിക്കും അപ്പോൾ വിളിക്കാറ്, എന്നുവെച്ചാൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ പലർക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് വന്നപ്പോൾ ഓഫീസ് റൂമിൽ ഇരുന്നിങ്ങനെ ഞാൻ സംസാരിച്ചിങ്ങനെ തുടങ്ങിയപ്പം ജീസസിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അപ്പോൾ അതിന് ക്രൂസിഫിക്കേഷൻ്റെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അതായത് നമുക്കൊരിക്കലും ആൻസർ അതിന് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അത് എന്തായിരിക്കുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഗുരുവിൻ്റെ അടുത്തുനിന്ന്, ഗുരുവിൻ്റെ പർണശാല, അന്ന് ഗുരുവിൻ്റെ കുടിലാണ്, അവിടെ നിന്ന് ഒരാൾ പെട്ടെന്ന്, അന്ന് ഗുരുവിൻ്റെ കൂടെ നിന്ന് ആൾ വന്ന് പറഞ്ഞു, ആശ സംസാരിക്കുന്നവരും കൂടെ ഇപ്പോൾ ഗുരുവിനെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പം അന്ന് വേറെ ഒരു ഇതുമില്ല, വന്ന് വിളിച്ചുകൊണ്ട് പോയി. വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ആശ്വാസമായി, ഞാൻ ഇപ്പം ഇവർ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് പറ്റുന്ന കാര്യമല്ല അവർ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആ മറുപടി ഞാനിങ്ങനെ പറയും, ദൈവം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന സ്പോട്ടിലാണ് വിളിച്ചത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇവരെയും കൂട്ടി ഗുരുവിൻ്റെ റൂമിലേക്ക് ചെന്ന ഉടനെ ഉണ്ടല്ലോ, നമസ്കരിച്ച് എഴുന്നേറ്റ് ഗുരു ഇരിക്കാൻ പറഞ്ഞിട്ട് ഗുരു ഉടനെ പറഞ്ഞ് തുടങ്ങിയതെന്നറിയോ, ഇവരെന്നോട് യേശുവിൻ്റെ കാര്യം ചോദിച്ചില്ലേ, അത് വെച്ച് യേശുവിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഗുരു യേശുവിനെ കുറിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ അടുത്ത് അവർ ചോദിച്ച ആ ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഗുരു സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും പറ്റി. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വണ്ടറടിച്ചാണ് കേട്ടോ എന്താണെന്ന്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ അവിടെ വെച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, മോള് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയണം, അത് നമ്മൾ ഗുരുവിനോടാണ് ചോദിക്കുന്നത്. അത് ഗുരുക്കന്മാർക്ക് മാത്രമേ അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ ഇതെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് പോകുന്നവർക്ക് ഇത്രയും വലിയ ആധ്യാത്മികമായ രഹസ്യങ്ങളോ അത്രയും വലിയ അറിവൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ പറയണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യണം, അത് നമുക്ക് ഗുരുവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യം. അതോടുകൂടി ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി കേട്ടോ. എനിക്കിനിയിപ്പോൾ അങ്ങനെ ടെൻഷനില്ല. അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, നമുക്ക് ഗുരുവിനോട് ചോദിക്കാം എന്ന് പറയാൻ എനിക്കിപ്പോൾ ആ ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് അനുഭവമുള്ളവർ നമ്മുടെ ആശ്രമത്തിലുണ്ട് കേട്ടോ. ആശ്രമത്തിലുണ്ട്, അത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങളുണ്ട്. അപ്പം ഈ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഗുരു പറഞ്ഞത് വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ദർശനം ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ദർശനമുള്ളവർ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എന്തും ചെയ്ത് കളയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ദർശനമൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ വന്ന് ഗുരുവിനെ കണ്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നമുക്ക് കിട്ടാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ജീവിച്ചാൽ നമുക്ക് എല്ലാം കിട്ടിക്കോളും. പിന്നെ ഇപ്പോൾ ദർശനം ഉണ്ടാവേണ്ട കാര്യമൊന്നും എല്ലാവർക്കും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. അത് വേറൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മൾ അതിനുള്ള പക്വത നേടുമ്പോൾ നമുക്കത് വന്നോളും. നമുക്കപ്പോൾ ഗുരുവിനെ കിട്ടിക്കോളും, നമ്മളത് കറക്റ്റ് ചെയ്യപ്പെട്ടോളും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ബസ്സിൽ, അതിനൊരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയാൽ നമ്മൾ കാഴ്ചകൾ കാണും. ഇനി നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു കാഴ്ച കാണാം, നമ്മൾ നിന്നായിരിക്കും പോകും, നമ്മൾ ആൾക്കാരെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ ബസ് നിർത്തുന്ന സമയത്ത് ഈ സൈഡ് സീറ്റിൽ ഇരുന്നവരും ആ സ്റ്റോപ്പിൽ ഇറങ്ങും, നമ്മളും ഇറങ്ങും അല്ലേ?
അപ്പോൾ ആ ബസ്സിലങ്ങ് നമ്മൾ കയറിയാൽ മതി. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ആ ഒരു ബസ്സിൽ കയറുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന ബസ്സിൽ നമ്മൾ കയറുക, നമുക്ക് എത്തേണ്ടടുത്ത് നമ്മൾ എത്തും. പക്ഷേ ഈ ദർശനം കാണുന്നവർ സൂക്ഷിക്കണം എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഈ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് 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 അവർക്ക് തോന്നും ഇടയ്ക്ക് വെച്ചൊന്ന് ഇറങ്ങണമെന്ന്. അപ്പോൾ അവർ പറയും ബസ് വേണമെങ്കിൽ നിർത്തി അവർ ഇറങ്ങിപ്പോവും. അവസാനം ലക്ഷ്യസ്ഥാനത്ത് അവരെത്തണമെങ്കിൽ പിന്നെ പല പല ബസ് പിടിച്ചു വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗുരു എപ്പോഴും പറയും ഉള്ളവർ സൂക്ഷിക്കാമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ അപകടം വേറെയാണ്, ഭ്രാന്തും ഒക്കെ ആവും ഈ നേരത്തെ പറഞ്ഞ പോലെ. ഇനി യേശുവിൻ്റെ തന്നെ ദർശനാനുഭവമുള്ള ഒരുപാട് പേരെ ഞാൻ ആശ്രമത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്ന് രണ്ട് ഇത് ഞാൻ പറയാം. അതായത് മെക്സിക്കോയിലുള്ള കാർലോസ് ഗുസ്മാൻ. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഗുരുവിനെ കണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു സാഹചര്യം, ഞാൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഞാൻ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം മെക്സിക്കോയിൽ ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ഇതുപോലത്തെ ഈ ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്ത ആളാണ്, ദർശനമുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ടി വിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ യേശുവിനെ കാണാൻ കഴിയുമായിരുന്നു, യേശുവിനോട് സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഈ ആസ്ട്രൽ ബോഡി, യേശുവിൻ്റെ ആ ഒരു ആസ്ട്രൽ ബോഡിയോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം പറയണ യേശുവിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ഒരു ഭയങ്കര പ്രകാശത്തിൽ ഒരു മുഖം ഇങ്ങനെ കാണുന്നു യേശുവിൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഇതാരാണ്, അങ്ങയുടെ ഹൃദയത്തിൽ കാണുന്ന ഈ മുഖം ആരാണെന്ന് അദ്ദേഹം യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു കാണിച്ചു കൊടുത്തത് ഇന്ത്യയുടെ മാപ്പാണ്. ഇന്ത്യയുടെ മാപ്പ് കാണുമ്പോൾ യേശുവിനെ കാണുമ്പോഴെല്ലാം ഒരു ഭയങ്കര പ്രകാശത്തിലാണ് അദ്ദേഹം യേശുവിനെ കാണുന്നത്. ആ ഒരു പ്രകാശത്തിലാണ് ഇന്ത്യയുടെ മാപ്പ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ വന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ കേരളം വരെ അദ്ദേഹം എത്തിയിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ പക്ഷെ കേരളം ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളിലാണല്ലോ ഈ ആത്മീയമായിട്ടുള്ള ആൾക്കാർ കൂടുതൽ, സന്യാസിമാരും ആശ്രമങ്ങളൊക്കെ കേരളം വിട്ട് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിലാണ് ഏറ്റവും കുറവ്. ഇന്ത്യയിൽ ഈ ആശ്രമങ്ങളും ഇങ്ങനെയുള്ള സന്യാസിമാരും ഒക്കെ ഈ കുറവ് കേരളത്തിലാണ്. കേരളം വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയും ഏതൊരു സന്യാസിയെ കണ്ടാലും നമസ്കരിക്കും. പക്ഷെ കേരളത്തിലുള്ളവർ ഇതൊന്ന് വിശ്വസിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻറ്റ് ലോജിക്കലായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ കേരളം വരെ എത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു തിരിച്ചു പോകാൻ. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ എത്തുന്നതിന് ജസ്റ്റ് ബോർഡറിൽ വെച്ച് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് എന്തൊക്കെയോ മോഷണം പോകും, ശ്രീലങ്കയിൽ പോകും, അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ദൂരദർശനിൽ പണ്ട് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് നിന്നുള്ള കുറച്ച് കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ വെച്ചിട്ട് ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ട് പോകാനായിട്ട്, നോർത്ത് ഇന്ത്യയിലോട്ട് പോകാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ആശ്രമത്തിലുള്ള ഒരു മുത്തുമണി എന്നിട്ടൊരു അണ്ണനുണ്ട്. ആ അണ്ണൻ്റെ അച്ഛൻ അപ്പോൾ ഈ കാർലോസ് ഗുസ്മാനെ കണ്ടപ്പോൾ ഒരു പേപ്പറിൽ ഗുരുവിൻ്റെ പേര് എഴുതി, അത് നമ്മൾ പറയുന്നത് ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്നാണ്. അപ്പോൾ ഗുരുവിൻ്റെ പേരും എഴുതിയിട്ട് പിന്നെ ശാന്തിഗിരി ആശ്രമം, പോത്തൻകോട്, തിരുവനന്തപുരം എന്നുള്ള അഡ്രസ്സ് എഴുതി മടിയിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ കാർലോസ് ഗുസ്മാൻ പറയണത് പേപ്പർ കണ്ടപ്പോൾ എന്താണെന്ന് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു ആശ്രമത്തിൻ്റെ പേര് ഗുരുവിൻ്റെ പേരൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ചെന്ന് ഈ ആളോട് ചോദിച്ചു, എന്താ നിങ്ങളിത് എനിക്ക് തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു. അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പുള്ളി എന്തായാലും നമ്മുടെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെത്തി. എത്തിയ സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഓരോ പുൽക്കൊടികളിലും ഓരോ സ്ഥലത്തും അദ്ദേഹം യേശുവിനെ കാണുമ്പോൾ കാണുന്ന ഭയങ്കര പ്രകാശം. അദ്ദേഹത്തിന് ഇവിടെ എല്ലാം ഇങ്ങനെ വഴി നീളെ ഈ പ്രകാശം മഞ്ഞുപോലെ പ്രകാശത്തിലാണ് അദ്ദേഹം നടന്ന് കയറി വരുന്നത്. അങ്ങനെ കയറി വരുമ്പോൾ ജ്യോതിർമയ സ്വാമിയാണ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഗുരു ആശ്രമത്തിലില്ല, ഗുരു എറണാകുളത്ത് പോയിരിക്കുകയാണ്. അപ്പം ഞാനന്ന് അവിടെ എറണാകുളത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ജ്യോതിർമയ സ്വാമി പറഞ്ഞു ഗുരു ഇവിടെ ഇല്ലല്ലോ, ഗുരു എറണാകുളത്താണ്, ഒരാഴ്ച കഴിയും വരാൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മെക്സിക്കോയിൽ നിന്ന് ഇവിടെ വരെ ഗുരുവിനെ അന്വേഷിച്ച് വന്നതാണ്, എനിക്ക് എറണാകുളം വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ എറണാകുളത്തേക്ക് വന്നു. അങ്ങനെ കാർലോസ് ഗുസ്മാൻ എറണാകുളത്ത് വന്ന് ഗുരുവിനെ കാണുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ട്. ഇതാണ് പറയുന്നത്, എല്ലാം ഒരു കോയിൻസിഡൻസ് അല്ലേ, ഒന്നും ആക്സിഡൻ്റലല്ല, എല്ലാം പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത്. അപ്പം ഞാനന്ന് അവിടെ കോളേജിൽ പഠിക്കുന്ന സമയമുണ്ട്. അപ്പം ഞാൻ അന്ന് എറണാകുളത്ത് ഗുരു വന്നു എന്നറിയുമ്പോൾ നമ്മൾ ഗുരു വന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ വരുന്നത്, കാർലോസ് ഗുസ്മാൻ. അപ്പോൾ കാർലോസ് ഗുസ്മാൻ വരികയും അങ്ങനെ ഗുരുവിനെ കാണാനായിട്ട് അദ്ദേഹം മുറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കണ്ടത് യേശുവിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്നും കാണുന്ന ഗുരുവിൻ്റെ മുഖം. ആ ആളാണ് മുൻപിലിരിക്കുന്നത്.
അപ്പോൾ ഗുരുവിനെ കണ്ട ഉടനെ അദ്ദേഹം കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചു നമസ്കരിച്ചു. ഗുരു ചിരിച്ചപ്പോൾ ഗുരുവിനോട് അങ്ങ് എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എത്രയോ എത്രയോ ജന്മങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ജീസസിനെ ക്രൂസിഫൈ ചെയ്യുമ്പോഴൊക്കെ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന് വിഷമിച്ചിരുന്ന ഒരാളായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗുരു ആരാണെന്നും അത് അദ്ദേഹം ലോകത്തിനോട് പറയുന്നതും അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇനി ഞാൻ വേറൊരാളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മുടെ CBIയുടെ മുൻ ഡയറക്ടറായിരുന്ന ശ്രീ കാർത്തികേയൻ സാർ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നും അങ്ങനെ, അതായത് ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, ഇത് ഒരു കോൺവെൻറ്റിൽ എന്തോ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലത്തെ ദർശനാനുഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ കുട്ടി യേശുവിനെ കാണുന്നുണ്ട്, ഇങ്ങനെ ദർശനത്തിൽ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഒരു വലിയ സിംഹാസനത്തിൽ യേശു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആ സിംഹാസനം ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര വെള്ളി പ്രകാശത്തിൽ ഗുരു ഇങ്ങനെ ഇരിക്കുന്നതാണ് ആ കുട്ടി കാണുന്നത്. അപ്പം കുട്ടിക്ക് അറിഞ്ഞുകൂടെ ഇത് ആരാണെന്നൊന്നും അറിയില്ല. അപ്പോൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, യേശു അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആശ്രമത്തിൽ വരുന്ന ആരോ ഒരാൾ, അതെനിക്ക് ആരാണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ, ശാന്തിഗിരി ആശ്രമത്തിൽ വരുന്ന ഏതോ ഒരാൾ അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പം കാർത്തികേയൻ സാറിനോട് ഈ നമ്മുടെ ഗുരുവിനെ കുറിച്ചും ഇവിടുത്തെ ഈ ദർശനാനുഭവങ്ങൾ ആശയത്തിനെ കുറിച്ചൊക്കെ ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എനിക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര എസ്കോട്ടോടുകൂടിയൊക്കെ എല്ലാവരും ഇവിടെ പറയുന്നുണ്ട്, CBI ഡയറക്ടർ കാർത്തികേയൻ സാർ വന്നിട്ടുണ്ട്, മോളും ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അന്ന് ആശ്രമത്തിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെയാണ് ആശ്രമത്തിൽ അന്ന് വരുന്നത്, പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ആശ്രമത്തിലുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ വന്ന് ഗുരുവിനെ കണ്ടു. അപ്പോൾ ഗുരുവിനെ തന്നെയാണ് ആ കുട്ടി കണ്ടത്. അപ്പോൾ എന്തായാലും അവർ വന്ന് ഗുരുവിനെ കണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാ മതത്തിലും ജാതിയിലും ഒക്കെ ഉള്ളവർ ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശ്രമമാണ് ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആശ്രമത്തിനെ കുറിച്ചും ഇവിടുത്തെ ആശയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വളരെ ഗഹനമായ ആധ്യാത്മികമായ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ എനിക്കറിയില്ല, അത് ശ്രീജിത്തിനെ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ ശ്രീജിത്ത് നമ്മുടെ പല പല വീഡിയോസിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള പല പല അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവരോടും പറയാനുണ്ട്. അതൊക്കെ നമ്മൾ ഇനി വരും വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഒപ്പം ഒരു നല്ല സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷവും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ നാമത്തിൽ ഞാൻ നേരുകയാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരു.